എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ലൂക്ക 11:9 മുതൽ 13 വരെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും; അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. നിങ്ങളില് ഏത് പിതാവാണ് മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുക, മീൻ ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? ദുഷ്ടന്മാരായ നിങ്ങള്, സ്വാർത്ഥമതികളായ നിങ്ങള്, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോ ഈശോ പ്രാർത്ഥിക്കാൻ പറയുമ്പോ ചോദിക്കുവാൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെയും ചുറ്റുമുള്ള അനേകായിരങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പസ്തോലന്മാര് നിറഞ്ഞതുപോലെ, ആദിമസഭ നിറഞ്ഞതുപോലെ ഞങ്ങൾക്കും എനിക്കും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഹല്ലേലൂയ. എൻ്റെ മക്കള് നല്ല ജീവിതം നയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കൊച്ച്, എൻ്റെ മകൻ, എൻ്റെ മകള് അവർക്ക് തന്നെ നന്നാകാൻ പറ്റുകയല്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവർക്ക് ചുറ്റുമുള്ള 1000-10,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കി മാറ്റണമേ, യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരും ആക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 10:10 ഈശോ പറയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. നമ്മുടെ കുടുംബത്തിൽ കള്ളം കയറിയിട്ടുണ്ട്. ചിലര് മദ്യപിക്കുന്നു, സാത്താൻ കടന്നു വന്നു കഴിഞ്ഞു. ചിലരെപ്പോഴും തെറി പറയുന്നു, വഴക്കുണ്ടാക്കുന്നു. ചിലര് മടി പിടിച്ചിരിക്കുന്നു, ജോലിയൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരികയില്ല. അവരുടെ ഉള്ളിൽ കള്ളൻ കയറിയിട്ടുണ്ട്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാത്രേ. സമൃദ്ധമായ ജീവൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുന്ന ജീവിതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വചനങ്ങൾ. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം എന്നും വസിക്കുവാൻ ഒരു സഹായകനെ ഞാൻ അയക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ താക്കീത് ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധം ലഭിക്കും.
പശ്ചാത്താപം ലഭിക്കും, മാനസാന്തരം ലഭിക്കും. യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ വചനപ്രഘോഷണം ഇപ്രകാരമായിരുന്നു. മർക്കോസ് 1:15, നിങ്ങൾ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. നിങ്ങൾ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. കൈ നീട്ടിയാൽ കയ്യിലോട്ട് കിട്ടും, അത്ര സമീപസ്ഥമായിരിക്കുന്നു ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തീനും കുടിയുമല്ല, സമ്പൽ സമൃദ്ധിയല്ല. റോമ 14:17 നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. നീതി, നമ്മിലെ അനീതി എല്ലാം പോകണം. അനീതി എപ്പോഴാണ് നമ്മിലേക്ക് വന്നത്? ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന ദൈവൈക്യം നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന പുണ്യപൂർണത നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന വിശുദ്ധി നഷ്ടപ്പെട്ടു. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ദൈവൈക്യം, നഷ്ടപ്പെട്ട വിശുദ്ധി, നഷ്ടപ്പെട്ട പരിശുദ്ധാത്മ നിറവ് നമുക്ക് തിരിച്ചു തരാൻ പിതാവ് ആഗ്രഹിക്കുന്നു. എപ്പോൾ? ദൈവം അയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും ജീവിത ലക്ഷ്യവുമായി നമ്മൾ സ്വീകരിക്കണം. ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. ത്രിയേക ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അടുത്ത വചനം, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അപ്പൊ പുരുഷനും സ്ത്രീയും അല്ല സാദൃശ്യം. അവർക്ക് ഒരു അമൂർത്തമായ, ഒരിക്കലും മരിക്കയില്ലാത്തൊരാത്മാവിനെ കൊടുത്തു. അതാണ് ദൈവസാദൃശ്യം. പുണ്യപൂർണതയുള്ള ദൈവത്തിന്റെ ആ ആത്മാവിനെ അവർക്ക് കൊടുത്തു. ആ പുണ്യപൂർണത അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ തലമുറകൾക്ക് തന്നെ അത് നഷ്ടമായി തീർന്നു. ഏതെങ്കിലും ഒരു പ്രശ്നം ദൈവം അനുവദിച്ചാൽ പ്രശ്ന പരിഹാരവും ദൈവം കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു പ്രശ്ന പരിഹാരം? ഉൽപ്പത്തി 3:15 ദൈവം പറഞ്ഞു, ഒരു രക്ഷകനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. സാത്താനെ ശിക്ഷിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. ഏതാണ് സ്ത്രീ? പരിശുദ്ധ മാതാവ്. അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സാത്താന്റെ പദ്ധതികൾ പരാജയപ്പെടുത്തും. അങ്ങനെ സാത്താന്റെ പദ്ധതി നമ്മിൽ തകർന്ന് നമ്മൾ വീണ്ടും ദൈവസാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടും. എപ്പോൾ? പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവം അയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ജീവിത സർവസ്വമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുമ്പോൾ ദൈവിക ജീവന്റെ പ്രവാഹം നമ്മിലേക്ക് വീണ്ടും വരും. റോമ 8:1 ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടണമെങ്കിൽ പാപത്തോട് നമ്മൾ വിട പറയണം. പാപത്തേക്കാൾ മരണം, ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ 1000 പ്രാവശ്യം മരിക്കാൻ ഞാൻ തയ്യാറാണ്
എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ 1000 പ്രാവശ്യം മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ സഭ ചുറ്റുമുള്ള ലോകത്ത് സമൃദ്ധമായി ഫലം പുറപ്പെടുവിച്ച് കോടാനുകോടി പേരെ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരാണ് ആദ്യത്തെ മെത്രാന്മാര്. 12 മെത്രാന്മാര്. 12 മെത്രാന്മാരിൽ 11 പേരും കൊല്ലപ്പെട്ടു, രക്തസാക്ഷികളായി. ഒരാൾ മാത്രം, യോഹന്നാൻ, പാത്മോസ് ദ്വീപിൽ തടവുകാരനായിട്ട് മരിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 21:2 വിഷപ്പാമ്പിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് നമ്മൾ ഓടിയകലണം. പാപത്തോട് നാം പോരാടണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയ ഗൊരേത്തിയെ പാപം ചെയ്യാൻ സാത്താൻ അലക്സാണ്ടർ എന്ന യുവാവ് പ്രേരിപ്പിച്ചപ്പോൾ മരിയ ഗൊരേത്തി എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല. അലക്സാണ്ടറെ, ഈ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല. ആശുപത്രിയിൽ മരണം കാത്ത് കിടക്കുമ്പോഴും മരിയ ഗൊരേത്തി പ്രാർത്ഥിച്ചത് ഞാൻ മരിക്കല്ലേ എന്നല്ല, അലക്സാണ്ടറിന്റെ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകാൻ ഇടവരരുതേ. മരിയ ഗൊരേത്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അദ്ദേഹം അലക്സാണ്ടർ ജയിലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ജയിൽവാസം കഴിഞ്ഞ് സന്യാസഭയിൽ തുണ സഹോദരനായി ചേർന്ന് പശ്ചാത്തപിച്ച് നല്ല മരണം മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ എന്നെ കൊല്ലല്ലേ എന്ന് എസ്തപ്പാനോസ് പറഞ്ഞില്ല. ദൈവമേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. കുരിശേ കിടക്കുമ്പോ ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ. ഇവരുടെ ശിക്ഷ ഞാൻ ഈ കുരിശിൽ ഏറ്റെടുത്തിരിക്കുന്നു, ഇവരെ ശിക്ഷിക്കല്ലേ. അപ്പോൾ യേശുവില് രക്തസാക്ഷികളില് നിറഞ്ഞു നിന്നത് ദൈവസ്നേഹവും ദൈവസ്നേഹത്തിൽ നിന്ന് രൂപം കൊണ്ട ഉയർന്നു വന്ന പരസ്നേഹവുമാണ്. സ്നേഹമായിരുന്നു അവരിൽ നിറഞ്ഞു നിന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? ഒരു ലോകം മുഴുവനേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ആത്മരക്ഷ, നിത്യരക്ഷ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടപ്രകാരം കുരിശിൽ മരിച്ച് പാപപരിഹാരം ചെയ്യുമായിരുന്നു അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? 1 യോഹന്നാൻ 2:2 പറഞ്ഞേ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യേശു നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തന്റെ തിരിച്ചോര കൊണ്ട് നമ്മുടെ പാപം കഴുകിക്കളഞ്ഞ്
പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇനി പാപം ചെയ്ത് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും ക്രൂശിക്കാമോ, നിന്ദിക്കാമോ? 1 കൊറിന്ത്യർ 3:16. നമ്മുടെ 1 കൊറിന്ത്യർ 3:16. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ പാപത്താൽ, ദുസ്തഴക്കങ്ങളാൽ, തെറ്റായ സിനിമ കണ്ടും ബ്ലൂ ഫിലിം കണ്ടും വൃത്തികെട്ട പടം കണ്ടും ചീത്ത കൂട്ടുകൂടിയും തെറി പറഞ്ഞും വഴക്കുകൂടിയും വിദ്വേഷം വെച്ച് പുലർത്തിയും നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് ബഹിഷ്കരിക്കും. അശുദ്ധാത്മാവ് വന്നവിടെ ആവസിക്കും. അശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ മലീമസമാക്കും. ദുശ്ചിന്തകളും ദുഃഖ നിരാശകളും ആകുലത ഉത്കണ്ഠകളും നിരന്തരം എന്നോണം നമ്മിൽ കുത്തിവെക്കും. നമ്മള് പിശാചിന്റെ പണിപ്പുരയായി നമ്മുടെ മനസ്സ് സാത്താൻ മാറ്റും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഏതേതു പ്രലോഭനങ്ങളും പാപ സാഹചര്യങ്ങളും ഉണ്ടോ അതിന് വിരുദ്ധമായ ദൈവവചനം ശേഖരിക്കാനും ഏറ്റുപറയാനും നമ്മൾ തയ്യാറാകണം. മത്തായിയുടെ സുവിശേഷത്തില് 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പ്രലോഭനങ്ങളിൽ വീഴാൻ അനുവാദമില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രലോഭനങ്ങൾ എന്ന് തിരിച്ചറിയുമ്പോൾ ആ പ്രലോഭനത്തെ ഓർത്ത് സ്തുതിച്ച് 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 പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ഇതുപോലെ പ്രലോഭനമുണ്ടാകുന്ന അനേകായിരം, അനേക ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കി മാറ്റണമേ, യേശുവിന്റെ പ്രേക്ഷിതരാക്കി മാറ്റണമേ എന്ന് അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് സ്തുതിക്കാൻ വേണ്ടിയാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്ന് യേശു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രലോഭനങ്ങളിൽ വീഴാൻ ആർക്കും അനുവാദമില്ല. ചില ആൾക്കാര് ഇങ്ങനെ പത്രമാസികളോ സിനിമയോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ നോക്കുമ്പോൾ മ്ലേച്ഛമായതോ അശുദ്ധമായതോ വൃത്തികെട്ടതോ ആയ കാര്യങ്ങൾ നോക്കാൻ പ്രലോഭനമുണ്ടാകും. ആ പ്രലോഭനത്തിലേക്ക് വീണ്ടും ചിന്ത വരുമ്പോൾ മനസ്സിലാക്കണം, ഇത് സാത്താനാണ്. പോർണോഗ്രഫി, ബ്ലൂ ഫിലിം, ഇത് നോക്കാൻ രണ്ടാമതൊരു പ്രലോഭനം വരുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ അടുത്ത് സാത്താൻ എത്തിക്കഴിഞ്ഞു. അവൻ നശിപ്പിച്ചേ പിന്മാറുകയുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ പ്രലോഭനത്തെ ഓർത്ത് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് കുറെ നേരം ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ, യേശുവിന്റെ നാമം പറയുമ്പോൾ പിശാച് വിട്ടുപോകും, പരിശുദ്ധാത്മാവ് വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ സാത്താൻ വരും. നമ്മൾ തള്ളിക്കളയുന്ന പ്രലോഭനമായിട്ട് വീണ്ടും വരും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ പ്രലോഭനത്തെ ഓർത്ത് സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലെ പ്രലോഭനത്തിൽ പെടുന്ന അനേകായിരങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് പറയുമ്പോൾ അങ്ങനെ പാപത്തിൽ വീഴുന്ന അനേകായിരങ്ങൾക്ക് മോചനം കിട്ടും. സാത്താന്റെ രാജ്യം തകരും. ഇങ്ങനെ സ്തുതിച്ച് മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സാന്നിധ്യം, വരദാനങ്ങള്, പ്രവചനവരം, ദർശനവരം, വ്യാഖ്യാനവരം, വചന പ്രഘോഷണവരം, രോഗശാന്തിവരം, സാത്താന്റെ മേൽ അധികാരം, ഇതെല്ലാം അവർക്ക് കിട്ടും. ആർക്ക്? പ്രലോഭനത്തെ ഓർത്ത് സ്തുതിച്ച് ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ കൂടെ വിടുവിക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് മധ്യസ്ഥം വഹിക്കുക. അപ്പോൾ അനേകായിരങ്ങൾ തിരുരക്തത്താൽ കഴുകപ്പെടും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഒരിക്കല് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, യേശുവേ അങ്ങേക്ക് പ്രലോഭനം ഉണ്ടായിട്ടുണ്ടോ? ഈശോ പറയുന്ന മറുപടി ദൈവമനുഷ്യന്റെ സ്നേഹഗതിയിലുണ്ട്. ഞാൻ പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും,
പിതാവേ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കാരണം എന്താണ്? 3 പ്രലോഭനം നമ്മൾ കണ്ടു. മലയെന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞു, കല്ല് അപ്പമാകാൻ പറഞ്ഞു, 40 ദിവസത്തെ ഉപവാസം. അതുപോലെ തന്നെ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു. 3 പ്രലോഭനത്തിനും ഈശോ ഓരോ വചനം പറഞ്ഞു. സാത്താൻ പോയി. എന്നിട്ട് അതിന്റെ അടി കൊടുത്തിരിക്കുന്നറിയാവോ? തൽക്കാലത്തേക്ക് സാത്താൻ യേശുവിനെ വിട്ടുപോയെന്ന. സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മാലാഖമാരുടെ കൂട്ടങ്ങളാണ്. അവർക്ക് 24 hours 24 മണിക്കൂറും സ്വസ്ഥതയില്ല. ആരുടെയെങ്കിലും തലേ കയറിയാലേ അവന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ആരെയെങ്കിലും പാപത്തിൽ വീഴ്ചാല്. അപ്പോൾ നമ്മൾ കരുതലില്ലെങ്കിൽ സാത്താൻ നമ്മളെ നശിപ്പിച്ചിട്ടേ പോകൂ. ദുശ്ചിന്ത, ദുഃഖചിന്ത, നിരാശയുടെ ചിന്ത, ആകുലത, ഉത്കണ്ഠ, എത്രയോ സമയം നമ്മൾ വെറുതെ കളയുന്നത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സാത്താൻ ഉടനെ വന്നൊരു ദുഃഖം തന്നു. അരമണിക്കൂറോടെ ഇരി, 1 മണിക്കൂർ. കിടക്കാൻ പോകുമ്പോൾ വേറൊരു ദുഃഖം തന്നു. ഇരിക്കവിടെ, കിടക്കവിടെ. സാത്താനം കെട്ടിപ്പിടിച്ച് 1 മണിക്കൂർ, 2 മണിക്കൂർ. ദുഃഖം പരിശുദ്ധാത്മാവിന്റെ അല്ല. ദുഃഖിക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭയമെല്ലാം നിരാശയും ദുഃഖവും ആകുലതയും ഉൾക്കൊണ്ടെല്ലാം സാത്താന്റെ പ്രലോഭനങ്ങളാണ്. പ്രലോഭനം വരുമ്പോ തിരിച്ചറിയുമ്പോ പറയണം, ഇതിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ സ്തുതിച്ചു പരിശുദ്ധാത്മാവുണ്ട് നിറയും. ഇതുപോലെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കും. വചനപ്രഘോഷണം നടത്തുമ്പോഴും ഇതാ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുന്നത് കൊണ്ട് നമ്മുടെ മനോപീഡകളും ദുഃഖഭയ ബന്ധനങ്ങളും കെട്ടഴിയുന്നു. നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ദുഃഖഭാരങ്ങൾ വിട്ടുമാറുന്നു, മാനസിക പീഡ വിട്ടുമാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലപ്പെട്ട ദോഷങ്ങൾ, മൂലപാപങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നാമത് എന്താ പറയുന്നത്? നിഗളം, അഹങ്കാരം, അതിമോഹം, നേതാവാകാനുള്ള ദാഹം, മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ മോഹം, മനുഷ്യ പ്രശംസ കിട്ടാൻ മോഹം, മനുഷ്യരുടെ കയ്യടി കിട്ടാൻ മോഹം. അതിനുവേണ്ടി എത്ര നുണ വേണമെങ്കിലും പറയും, എല്ലാ കൃത്രിമങ്ങളും ചെയ്യും. ഒന്ന് അധികാര സ്ഥാനത്തെത്താൻ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ. ഇതെല്ലാം പാപമാണ്. ഒന്നാമത്തെ മൂലപാപം നിഗളം അല്ലെങ്കിൽ അഹങ്കാരം. അതിന് ഈശോയാണ് പരിഹാരം തരുന്നത്. നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ശത്രുക്കള് പീഡിപ്പിച്ചു, കുരിശുമരണത്തിലേക്ക് നയിക്കുമ്പോ യേശുവിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? കൊലക്കളത്തിലേക്ക് നയിക്കുന്ന ആടിനെ പോലെ. അവന്റെ പുറം ചമ്മട്ടി അടി കൊണ്ട് തകർന്നു. ശരീരം മുഴുവൻ വേദന കൊണ്ടും മുറിവും രക്തം കൊണ്ടും എല്ലാം നിറഞ്ഞു. ശരീരം മുഴുവൻ വ്രണമായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മള് ഈ ലോക സുഖങ്ങളുടെ പുറകെയും ജഡമോഹങ്ങളുടെ പുറകെയും അഹങ്കാരത്തിന്റെ പുറകെയും പോകരുത്. നിങ്ങൾ എന്നെ അനുഗമിക്കണം, എന്റെ മാതൃക പിൻചെല്ലണം. യോഹന്നാൻ 14:6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. പാപം സാർവത്രികമാണ്, എന്നാൽ ദൈവത്തിന്റെ ക്ഷമ അനന്തമാണ്. എല്ലാവർക്കും പാപക്ഷമ നൽകുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതും പീഡ അനുഭവിച്ചതും കുരിശിൽ മരിച്ചതും. യേശു ദൈവപുത്രൻ ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞു. യെശയ്യാ 7:14, ഒരു കന്യകയിൽ നിന്നാണ് യേശു ജനിക്കാൻ പോകുന്നത്, മിശിഹ ജനിക്കാൻ പോകുന്നത്. ആ പ്രവാചകൻ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ദർശനം കണ്ടു. തൈച്ചടി പോലെ സുന്ദര മനോഹരനായി യൗവനക്കാരനായി വളർന്നു നിൽക്കുന്ന യേശു പെട്ടെന്ന് ദർശനം മാടി. യെശയ്യാ വളരെ വേദനിപ്പിക്കുന്ന ദർശനം കണ്ടു. അയ്യോ, അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവന്റെ ശരീരം മുഴുവൻ തല്ലിച്ചതയ്ക്കപ്പെട്ടു,
അവന്റെ ശരീരത്തിൽ മുറിവില്ലാത്തൊരു ഭാഗവുമില്ല. എന്നിട്ട് യെശയ്യാ എഴുതി, നമ്മുടെ അതിക്രമങ്ങൾ മൂലമാണ് അവൻ പീഡിപ്പിക്കപ്പെട്ടത്, നമ്മുടെ വഴിതെറ്റിയ ജീവിതം വഴിയാണ് അവന് ഈ ശിക്ഷ ഏൽക്കേണ്ടി വന്നത്. യെശയ്യാ 53:5 അവനേറ്റ അടികളാൽ ക്ഷതങ്ങളാൽ ഇന്ന് നാം അത്ഭുത രോഗശാന്തി പ്രാപിക്കുന്നു. ഇന്ന് നാം മാനസാന്തരം പ്രാപിക്കുന്നു. യേശുവിന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ. യെശയ്യാ 53:6 ആടുകളെ പോലെ നാം ഓരോരുത്തരും താന്താങ്ങളുടെ വഴിയെ പോയി. ആടിനെ അഴിച്ചുവിട്ടാൽ കൂടുതൽ തിന്നാനുള്ള സ്ഥലത്തേക്ക് പോകും. സൗദി അറേബ്യ ആണെങ്കിൽ അങ്ങോട്ട്, അയർലൻഡ് ആണെങ്കിൽ അങ്ങോട്ട്, UK ആണെങ്കിൽ അങ്ങോട്ട്. അപ്പോ ആടുകളെ പോലെ പോയാൽ പോരെ. നമ്മള് ദൈവം എവിടെയാക്കുന്നുവോ, എങ്ങോട്ട് അയക്കുന്നുവോ അങ്ങോട്ടേ ഞാൻ പോവുകയുള്ളൂ. ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന യേശുവിൻ്റെയും മാതാവിൻ്റെയും ആത്മീയത നമ്മൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പീഡാനുഭവത്തിന് മുമ്പ് ഈശോ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. സങ്കീർത്തനം 116 ഒരു വാക്യമാണ് പറയുന്നത്, പിതാവേ, പിതാവേ, ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനുമാണ്. ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനുമാണ്. അതാണ് യേശുവിന്റെ വ്യക്തിത്വം, അതാണ് മാതാവിന്റെ വ്യക്തിത്വം. ദൈവ തിരുവിഷ്ടത്തിന്റെ ദാസൻ, ദൈവ തിരുവിഷ്ടത്തിന്റെ ദാസി. അപ്പോൾ ജോവേൽ പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകും. എന്താണത്? ജോവേൽ 2:28 മുതൽ ഉള്ള വാചകത്തിൽ പറയുകയാണ്. ജോവേൽ 2:28 മുതൽ, എന്റെ ദാസി ദാസന്മാരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. എന്റെ ദാസി ദാസന്മാരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ നമ്മുടെ പാപം എന്താണ്? ദൈവ തിരുവിഷ്ടത്തിന്റെ ദാസനാകാതെ, ദാസിയാകാതെ ജഡമോഹങ്ങളുടെ അടിമത്തം, ഭോജനപ്രിയത്തിന്റെ അടിമത്തം, ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും ഇല്ലാതെ ലോകപ്രകാരം ജീവിക്കുന്ന അവസ്ഥ. റോമ 12:2 പറയുന്നു, റോമ 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിലെ സിനിമാ നടന്മാരെ പോലെയോ ലോകത്തിലെ നേതാക്കന്മാരെയോ ആകരുത്. മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. റോമ 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സ് ദൈവവചനം കൊണ്ട് നിറയണം. MA പഠിക്കാൻ, MBA പഠിക്കാൻ, BSc പഠിക്കാൻ, MBBS പഠിക്കാൻ എത്രയോ 1000 മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ചു. ദൈവവചനം വായിക്കാനോ ഒരു 10 വചനം കുറിച്ചെടുക്കാനോ നമ്മളാരും മെനക്കെട്ടിട്ടില്ലായിരിക്കാൻ ഇടയുണ്ട്. എത്ര വയസ്സുണ്ട്? 35. ഒരു 35 വചനം പറയാവോ? 15 പോയിട്ട് 5 പോലും ഇല്ല. വചനം പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത ഒരു കഴിഞ്ഞകാല ജീവിതം പശ്ചാത്തപിക്കാനുള്ള ജീവിതമാണ്. നിങ്ങൾ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു. സങ്കീർത്തനം 51. നിങ്ങൾ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു. അതും അവ്വായും ചെയ്ത പാപവും അത് തന്നെയാണോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. ദൈവം അതത്തെ അവ്വായും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും. ചെകുത്താൻ വന്നൊരു നുണയങ്ങ് പറഞ്ഞു കൊടുത്തു, ഈ വിലക്കപ്പെട്ട കനി തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അവര് ദൈവത്തെ പോലെയാണ്, ദൈവസാദൃശ്യത്തിലാണ്. നുണയനകത്ത് കയറി. കാരണം കേട്ട വചനം മിക്കവാറും മറന്നുപോയി കാണും. സാത്താനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 8:44, അവൻ നുണയനും നുണയുടെ പിതാവും
കൊലപാതകീയമാണ്. ലോകത്തിലുള്ള എല്ലാ കൊലപാതകവും ആരുടെയെങ്കിലും മനസ്സിൽ സാത്താൻ കുത്തിവെക്കുന്ന വെറുപ്പ്, വിദ്വേഷം, അഹങ്കാരം, വാശി, ഇതുവഴിയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മുടെ തല സാത്താന്റെ വർക്ക്ഷോപ്പ് ആകാതിരിക്കണമെങ്കിൽ ഓരോ ദിവസവും വചനം വായിക്കാനും നോട്ട് കുറിച്ചെടുക്കാനും സമയം മാറ്റിവെക്കണം. 1/10 സമയം, 0.24 മണിക്കൂറിന്റെ 1/10, ഏതാണ്ട് 2.5 മണിക്കൂറിന്റെ അടുത്ത് വരും. 10 2 കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സാർവത്രികമായ പാപമാണ് വചനം അവഗണിക്കുന്നു. പിന്നെ തെറിപ്പുസ്തകമൊക്കെ കണ്ടാൽ വായിക്കുന്നതും കാണും. മോശമായ സിനിമ നോക്കാനുള്ള പ്രലോഭനം സാത്താന്റെയാണ്. അത് തിരിച്ചറിയുമ്പോൾ അതിനെ പ്രതി സ്തുതിച്ച് യേശുവേ സ്തോത്രം എന്ന് കുറെ നേരം സ്തുതിച്ച് പിശാചിനെ ഓടിക്കണം. എന്നിട്ട് ഇതേ പ്രലോഭനത്തിൽപ്പെട്ട 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ